KTU BTech 2024 സ്കീം അനുസരിച്ചുള്ള S1 എക്സാമിനേഷൻ്റെ സം ഇൻസ്ട്രക്ഷൻസ് ആണ് തരുന്നത്. ഇൻസ്ട്രക്ഷൻസ് ടു സ്റ്റുഡൻസ് ബിഫോർ അറ്റൻഡിങ് S1 എക്സാമിനേഷൻ. ഫസ്റ്റ് ഓഫ് ഓൾ, ചെക്ക് എക്സാം ഡേറ്റ്, സബ്ജക്റ്റ് ആൻഡ് ടൈമിംഗ്. ദാറ്റ് ഈസ് ഏതൊക്കെ ഡേയ്സിലാണ് ഏതൊക്കെ സബ്ജക്റ്റ് ഉള്ളത്, അതേപോലെ ടൈമിംഗ്. നോർമലി 1:30 to 4 o'clock വരെയാണ്. ഫ്രൈഡേയ്സിൽ അതിൻ്റെ ടൈം മാറുന്നുണ്ട്, അതൊന്ന് ശ്രദ്ധിച്ചോളാം. 2 to 4:30 ആണ്. 2.5 hours, 2 hours and 30 minutes ആണ് നിങ്ങളുടെ ടൈം ഡ്യൂറേഷൻ, എക്സാം ടൈം ഡ്യൂറേഷൻ. അതിൻ്റെ ഹാഫ് ആൻ അവർ മുമ്പായിട്ട് എക്സാം ഹാളിൽ നിങ്ങളെല്ലാവരും റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ദെൻ ഹാൾ ടിക്കറ്റ് വിത്ത് കോളേജ് ID കാർഡ്. നിർബന്ധമായിട്ടും ഹാൾ ടിക്കറ്റ് എടുത്തിരിക്കണം. ഹാൾ ടിക്കറ്റ് ഇല്ലാതെ ആർക്കും തന്നെ എക്സാമിനേഷൻ അനുവദിക്കുന്നതല്ല. ദെൻ മേക്ക് ഷുവർ ക്യാരി ദ തിങ്സ്. പെന്നോ പെൻസിലോ സ്കെയിലോ ഹാൾ ടിക്കറ്റോ സയൻറ്റിഫിക് കാൽക്കുലേറ്റർ, നിങ്ങൾക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ, ഗ്രാഫിക്സൊക്കെ ആണെങ്കിൽ വരയ്ക്കാനുള്ള സാധനങ്ങൾ, എന്തെന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള എക്സാമിനേഷന് ആവശ്യമുള്ള സാധനങ്ങൾ നിങ്ങൾ തന്നെ കയ്യിൽ കരുതിയിരുന്നോളാം. ചെക്ക് സയൻറ്റിഫിക് കാൽക്കുലേറ്റർ, അതിൻ്റെ മോഡ് സെറ്റിങ്സൊക്കെ ഓക്കെ ആണോ എന്ന്, പെർഫെക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്തിട്ട് വേണം എക്സാം ഹാളിലേക്ക് കയറാൻ. ദെൻ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ അരമണിക്കൂർ മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം, എക്സാം ഹാളിൽ പ്രസൻ്റ് ആയിരിക്കണം. ദെൻ ആൻസർ ഷീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആൻസർ ഷീറ്റിൻ്റെ ഫസ്റ്റ് ഫ്രണ്ട് പേജ് നിങ്ങൾക്ക് കുറച്ച് ഫില്ല് ചെയ്യാനുണ്ടാവും. ഡേറ്റ്, എക്സാമിനേഷൻ, നെയിം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇൻവിജിലേറ്റേഴ്സ് പറയുന്നതനുസരിച്ച്, നിങ്ങൾ ഫസ്റ്റ് ടൈം ആണല്ലോ ഒരു ടെക്നിക്കൽ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്, അപ്പോൾ ഇൻവിജിലേറ്റേഴ്സ് പറയുന്നത് അത് ഫോളോ ചെയ്തുകൊണ്ട് വേണം ഫില്ല് ചെയ്യാൻ. അതിൽ ബാർകോഡ്, പുതുതായിട്ട് നിങ്ങൾ പഠിക്കുന്ന ഒരു ബാർകോഡ് ഉണ്ട്, ആ ബാർകോഡ് പേസ്റ്റ് ചെയ്യാനുണ്ടായിരിക്കും. ഫ്രണ്ട് പേജിൽ 2 പ്ലേസിലും ഈ ആൻസർ ബുക്ക്ലെറ്റിൻ്റെ ബാക്ക് സൈഡിലാണ് ബാർകോഡ് ഒട്ടിക്കാനുണ്ടാവുക. അത് ഇൻവിജിലേറ്റേഴ്സ് എങ്ങനെയാണോ പറയുന്നത് അതിനനുസരിച്ച് ഫോളോ ചെയ്ത് ബാർകോഡ് ഒട്ടിച്ചോളുക. ദെൻ മെയിനായിട്ടുള്ളൊരു തിങ്സാണ് എന്ത്, ടൈം മാനേജ്മെൻറ്റ്. നിങ്ങൾക്ക് ചിലപ്പോൾ മാത്സിൻ്റെ കേസിലും മറ്റുള്ള വരയ്ക്കുന്ന കേസിലൊക്കെ ഗ്രാഫിക്സിൻ്റെ കേസിലെല്ലാം ആണെങ്കിൽ ടൈം മാനേജ്മെൻറ്റ് കീപ്പ് ചെയ്യാതെ പലർക്കും പ്രശ്നങ്ങൾ വരാറുണ്ട്. ടൈം എക്സാം കഴിഞ്ഞിട്ട് ടൈം കിട്ടിയില്ല എന്നുള്ളത്. അത് നമ്മൾ തന്നെ ഓരോ ക്വസ്റ്റ്യനും ചെയ്ത് പഠിച്ചിട്ട് ഇത്ര ടൈം ഓരോ ക്വസ്റ്റ്യൻ ഞാൻ കൊടുക്കുമെന്നുള്ളൊരു മെൻറ്റാലിറ്റി വേണം. എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു ടൈം മാനേജ്മെൻറ്റ് കീപ്പ് ചെയ്തുകൊണ്ട് വേണം എക്സാമിൽ ഹാളിലോട്ട് കയറാനും ഓരോ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാനും. ദെൻ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യനിൽ കൂടെ ഒന്ന് കണ്ണോടിച്ച് പോവുക. ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ അറിയാനോ, പാർട്ട് A ആയിട്ടും പാർട്ട് B ആയിട്ടുമാണ്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചിട്ട് പോവുക. പക്ഷേ വായിച്ച് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ കണ്ട് ഓവർ കോൺഫിഡൻസ് ആവാനോ പാനിക് ആവാനോ പാടില്ല. നിങ്ങളുടെ എക്സാം നിങ്ങളാണ് തീരുമാനിക്കുന്നത്, പാസോ ഫെയിലോ എന്നുള്ളതൊക്കെ നിങ്ങളാണ് തീരുമാനിക്കുന്നത്. അതുപോലെ നല്ല മൈൻഡോട് കൂടി എല്ലാ ആൻസറും, അറിയാവുന്ന ആൻസേഴ്സൊക്കെ ഫസ്റ്റിൽ എഴുതിയിട്ട് ഫിനിഷ് ചെയ്യാൻ നോക്കുക. ദെൻ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ പാർട്ട് A ഉണ്ട്, പാർട്ട് B ഉണ്ട്. പാർട്ട് Aയിൽ ഓരോ മോഡ്യൂൾ 4 മോഡ്യൂൾസ് ഉണ്ടാവുക. ഓരോ മോഡ്യൂളിനും 2 ക്വസ്റ്റ്യൻസ് വീതം, 3 മാർക്കുള്ള ക്വസ്റ്റ്യൻസ് വീതം. അങ്ങനെ ആ പാർട്ട് Aയിൽ 24 മാർക്സിനും, അതേപോലെ പാർട്ട് Bയിൽ ഓരോ മോഡ്യൂളിൽ നിന്നും 9 ക്വസ്റ്റ്യൻസ്. ഈ പാർട്ട് Bയിലുള്ള ഓപ്ഷൻസ് നിങ്ങൾ തരും. അവിടെ 36 മാർക്സാണ് ഉണ്ടാവുക. ടോട്ടൽ 60 മാർക്ക്. തിയറി പേപ്പറിൽ ടോട്ടൽ 60 മാർക്കാണെന്ന് അറിയാമല്ലോ എല്ലാവർക്കും. അപ്പോൾ ഈ പാർട്ട് Aയിലുള്ള 24 മാർക്സ് നിങ്ങൾ കമ്പൽസറി ആയിട്ട് അറ്റൻഡ് ചെയ്യേണ്ടതാണ്. പാർട്ട് Bയിലാണെങ്കിൽ അവിടെ ഓപ്ഷൻ ഉണ്ടാവും, ഒന്നുകിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാം, സെക്കൻഡ്ലി ആയിട്ട്, അതല്ലെങ്കിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആയിട്ട് മോഡ്യൂൾ സെയിം ആയിരിക്കണം, അതിൽ നിന്ന് അറ്റൻഡ് ചെയ്യുക. പകുതി പാർട്ടും അങ്ങനെ അറ്റൻഡ് ചെയ്യാൻ പാടില്ല. അങ്ങനെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള മാർക്ക് അവിടെ കുറഞ്ഞു പോവുക ചെയ്യാം. ദെൻ ഫോളോ ഓർഡർ ഓഫ് ക്വസ്റ്റ്യൻ. ഈ ഓർഡർ ഓഫ് ക്വസ്റ്റ്യൻ ഫോളോ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. എങ്ങനെയെങ്കിലും ഈ നമുക്കറിയാവുന്ന ക്വസ്റ്റ്യനൊക്കെ എഴുതി വെക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും മിസ്സായി പോകാനോ പല ഡ്രോബാക്സും ഉണ്ട്. അതുകൊണ്ട് ഫസ്റ്റ് A പാർട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് അതൊക്കെ മോഡ്യൂൾ വൈസായിട്ട് മോഡ്യൂൾ 1, 2, 3, 4 അതൊക്കെ കഴിഞ്ഞിട്ട് വേണം പാർട്ട് Bയിലോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതാണ് അതിൻ്റെ ഒരു നല്ലൊരു ഹാബിറ്റ് അതാണ്. പക്ഷേ എന്തെങ്കിലും കേസ് നിങ്ങൾക്കറിയാവുന്നുണ്ടെങ്കിലൊക്കെ ചെയ്യാം. പക്ഷെ അവിടെയും പല ഡ്രോബാക്സ് ഉണ്ട്. മറന്നു പോവാനോ വിട്ടുപോവാനോ, അറിയാവുന്നത് തന്നെ അത് വിട്ടുപോവുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു ഡ്രോബാക്സ് അവിടെ കാണുന്നുണ്ട്. ദെൻ റെലവൻറ്റ് ആൻഡ് നീറ്റ് പ്രസൻറ്റേഷൻ ആയിരിക്കണം.
നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ ചിലപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അത് മറന്നുപോയി എന്ന് തോന്നുകയാണെങ്കിൽ അവിടെ ലീവ് ചെയ്യും, ഈ പ്ലേസ് ലീവ് ചെയ്യുക. അത് ഇൻവിജിലേറ്റേഴ്സോ എക്സാം വാല്യുവേഷൻ ചെയ്യുന്ന ആളൊക്കെ കാണുന്ന സമയത്ത് അവിടെ കുറച്ചും കൂടി എഴുതാൻ വിട്ടുപോയിട്ടുണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് മാർക്ക് കുറയ്ക്കാനും അങ്ങനെയൊക്കെ ഒരു ചാൻസ് ഉണ്ട്. ഒരിക്കലും ഒരു ആൻസർ എഴുതുന്ന സമയത്ത് അവിടെ പ്ലേസ് ലീവ് ചെയ്യാതെ എല്ലാം ഫില്ല് ചെയ്തിട്ട് വേണം അടുത്ത ആൻസറിലോട്ട് പോകാൻ. ദെൻ പാസ് മാർക്ക്, വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തിങ്സാണ് ഇത് പാസ് മാർക്ക് എന്ന് പറയുന്നത്. ഈ CIE ഇൻറ്റേർണൽ മാർക്കിന് 40 ആണ് നമുക്കറിയാം, നിങ്ങളൊക്കെ കോളേജ് ലെവലിൽ നിന്ന് വാങ്ങി വെച്ചിരിക്കുകയാണ് 40 മാർക്സ്. ദെൻ ESE മാർക്സ്, എൻഡ് സെമസ്റ്റർ എക്സാമിനേഷൻ 60 മാർക്സ്. നമ്മളിന്ന് എടുക്കാൻ പോകുന്ന മാർക്കാണ് ഇത്, 60 മാർക്സ്. എക്സാം ഹവേഴ്സ് 2 hours 30 minutes, കോഴ്സ് ടൈപ്പ് തിയറി. ദെൻ ഈ CIE എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഇൻറ്റേർണൽ ഇവാലുവേഷനാണ്. മിനിമം റിക്വയർഡ് ഫോർ പാസ് 26 മാർക്ക് വാങ്ങിയിരിക്കണം. CIE കണ്ടിന്യൂസ് ഇൻറ്റേർണൽ ഇവാലുവേഷനിൽ 26 മാർക്സ് നിങ്ങൾ വാങ്ങിയിരിക്കണം. ദെൻ ESE എന്ന് പറഞ്ഞാൽ എൻ സെമസ്റ്റർ ഇവാലുവേഷനാണ്. ഇവിടെ മിനിമം റിക്വയർഡ് ഫോർ പാസ് 40% ഓഫ് 60, ദാറ്റ് ഈസ് 24 മാർക്സ്. ഇതാണ് ഈ രണ്ടിലും കൂടെ നമ്മൾ 50 മാർക്സ് ആണ് വാങ്ങേണ്ടത്. അതായത് ഇൻറ്റേർണൽ എക്സാമും എൻ സെമസ്റ്റർ എക്സാമും കൂടെ 50 മാർക്സ് ആണ് നിങ്ങൾ വാങ്ങിയിരിക്കേണ്ടത്. പിന്നെ ഇവിടെ ദാറ്റ് ഈസ് 26 ഫ്രം ഇൻറ്റേർണൽ മാർക്ക്, 24 ഫ്രം എൻ സെമസ്റ്റർ എക്സാമിനേഷൻ, ടോട്ടൽ 50 ഔട്ട് ഓഫ് 100. ഇൻറ്റേർണൽ മാർക്ക് 40 ആണ്, നമ്മൾ റിട്ടേൺ ആയിട്ട് എഴുതാൻ പോകുന്നത് 60 ആണ്, ടോട്ടൽ 100 മാർക്സ്. ഇവിടെ നിങ്ങൾ സ്കോർ ചെയ്തിരിക്കേണ്ടത് ഇൻറ്റേർണൽ 26, അതേപോലെ എക്സ്റ്റേണലി ആയിട്ട് 24 നിങ്ങൾ സ്കോർ ചെയ്യുകയാണെങ്കിൽ 50 മാർക്സ് നിങ്ങൾക്ക് കിട്ടും. അതാണ് മിനിമം പാസ് മാർക്ക് എന്ന് പറയുന്നത്. പാസ് മാർക്ക് മാത്രമാണ് പറയുന്നത്, അല്ലാതെ ഹൈ സ്കോർ ഗ്രേഡൊക്കെ നല്ല ഗ്രേഡ് പോയിൻ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നല്ലപോലെ ശ്രമിച്ചോളണം. അതല്ല എങ്കിൽ അടുത്ത ഓപ്ഷനാണ് എന്ത്, ഇൻറ്റേർണൽ നിങ്ങൾക്ക് കുറഞ്ഞു പോയെങ്കിൽ എക്സ്റ്റേണലി അതും കൂടെ കോമ്പൻസേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പഠിച്ചെഴുതി മാർക്ക് വാങ്ങാം. ഒരിക്കലും 24 എക്സ്റ്റേണൽ 24 കിട്ടാതെ ആരും പാസ്സാവുന്നതല്ല. ഇൻറ്റേർണൽ ഇൻ കേസ് അണ്ടർ ഇൻറ്റേർണൽ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അതും കൂടെ ഈ എക്സ്റ്റേണൽ സമയത്ത് എഴുതിയെടുത്തിട്ട് വാങ്ങിക്കോളാം. ഇത്രയാണ് മെയിനായിട്ട് പാസ് മാർക്കിൻ്റെതും ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെയും ഇന്നത്തെ എക്സാമിനേഷന് വേണ്ടി നിങ്ങൾ കരുതുന്ന ഇൻസ്ട്രക്ഷൻസൊക്കെ ആയിട്ട് പറയുന്നത്. അതേപോലെ സ്കീം, ഈ ആൻസർ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് ആൻസർ ഷീറ്റിൽ നിങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് റെലവൻറ്റും നീറ്റുമായിട്ടുള്ള പ്രസൻറ്റേഷൻ ആയിരിക്കണം. പിന്നെ സ്കീമുണ്ട്, ഈ വാല്യുവേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആൻസേഴ്സിന് സ്കീമുണ്ട്. ഈ സ്കീമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ചിലപ്പം ടേബിൾ, ഡയഗ്രാംസ്, ഗ്രാഫ്, അതേപോലെ വേറെ എന്തെങ്കിലും ബ്ലോക്ക് ഡയഗ്രാംസ് അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇതൊക്കെ എന്ത് ചെയ്യണം, ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള മാർക്കാണുള്ളത്. അല്ലാതെ ഒരു essay ടൈപ്പ് പോലെ വലിച്ചു വാരി നിങ്ങൾ ഇതുവരെ എഴുതിയ പോലെ essay ഒന്നും വലിച്ചു വാരി എഴുതിയിട്ടൊന്നും അതിൽ ഫുൾ മാർക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. ഈ ടെക്നിക്കൽ എക്സാമാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. ആ സമയത്ത് അവിടെ നിങ്ങൾക്ക് ഡയഗ്രാം ഉണ്ടെങ്കിൽ ഡയഗ്രത്തിന് ഒരു ഫിക്സഡ് ആയിട്ടുള്ള മാർക്ക് ഉണ്ടാവും. ബ്ലോക്ക് ഡയഗ്രാം ആണെങ്കിൽ ബ്ലോക്ക് ഡയഗ്രത്തിനുണ്ടാവും. പ്രോബ്ലം ആണെങ്കിൽ പ്രോപ്പറായിട്ട് പ്രോബ്ലമൊക്കെ ചെയ്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെ പ്രസൻറ്റ് ചെയ്യുക. എന്നിട്ട് ലാസ്റ്റ് റിസൾട്ടിന് യൂണിറ്റ് ഉണ്ടെങ്കിൽ യൂണിറ്റ് എഴുതിക്കോളണം, അതിനൊക്കെ മാർക്കുള്ളതാണ്. അതേപോലെ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ എന്നൊക്കെ പറഞ്ഞുള്ള ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ കോളായിട്ട് തന്നെ പ്രസൻറ്റ് ചെയ്തോളുക. അതേപോലെ വേറെ ഏതെങ്കിലും പ്രിൻസിപ്പിൾ, കൺസ്ട്രക്ഷൻ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിനും സെപ്പറേറ്റ് ആയിട്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തൊക്കെ പോയിൻറ്റ്സ്, എന്തൊക്കെ ടേംസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ അതൊന്ന് ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് അണ്ടർലൈൻ ചെയ്തുകൊണ്ടൊക്കെ ആൻസർ ഷീറ്റിൽ കൊടുക്കുക. ഉള്ളത് പോയിൻ്റ് വൈസ് ആയിട്ട് ബുള്ളറ്റ് വെച്ചിട്ടോ പിന്നെ പോയിൻ്റായിട്ട് വെച്ചിട്ടൊക്കെ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. എന്തെങ്കിലുമൊക്കെയാണ് ഫുൾ മാർക്ക് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. പിന്നെ ഒരിക്കലും ഇൻറ്റേർണൽ മാർക്ക് കുറവാണെന്ന് വിചാരിച്ച് ആരും എക്സാമിന് ഭയപ്പെടേണ്ട. ഈ റിട്ടേൺ എക്സാമിന് അത്രത്തോളം അതിനും കൂടെ കോമ്പൻസേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മാർക്ക് കിട്ടി. ടോട്ടൽ 50 മാർക്സ് നിങ്ങൾ സ്കോർ ചെയ്യണം. ഇൻറ്റേർണൽ മാർക്കിന് 40 മാർക്സ് ഒക്കെ ഉള്ളവരാണെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് ശ്രമിച്ചാൽ മതി. ഈ മിനിമം 24 ഏതിൽ വേണം, മിനിമം 24 റിട്ടേൺ എക്സാമിന് നിങ്ങൾ വാങ്ങിയിരിക്കണം. ടോട്ടൽ ഓഫ് 50 ആണ്. അത് എന്തായാലും നിർബന്ധമുള്ള കാര്യമാണ്. 26 + 24 എന്നുള്ള പാറ്റേൺ ആണെങ്കിലും ഇൻറ്റേർണൽ മാർക്ക് കുറഞ്ഞെങ്കിൽ നിങ്ങൾക്ക് എക്സ്റ്റേണൽ വാങ്ങിക്കൂട്ടാം. പക്ഷേ എക്സ്റ്റേണൽ എന്തായാലും 24 മാർക്സ് ഉണ്ടായിരിക്കുകയും വേണം. ഇത്രയാണ്
നിങ്ങൾക്കൊന്ന് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഓൾ ദി ബെസ്റ്റ്. നല്ലപോലെ പഠിച്ചിട്ട് എക്സാമൊക്കെ എഴുതുക. ഓൾ ദി ബെസ്റ്റ്.